അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പാണ്. നമ്മൾ ഫോൺ കമാൻഡ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പ്. ഈ ഫോൺ കമാൻഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്നതാണ് പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കമാൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് ഏതാണ്? ബുള്ളറ്റ്സ്. ക്രിയേറ്റ് എ ബുള്ളറ്റ് ലിസ്റ്റ്, ക്ലിക്ക് ദ ആരോ ടു ചേഞ്ച് ദ ലുക്ക് ഓഫ് ദ ബുള്ളറ്റ്. ആദ്യം നമുക്കിവിടെ ജസ്റ്റ് കുറച്ച് ഡോട്ടഡ്സ് കാണാൻ പറ്റും. ഇത് നോർമൽ ഡോട്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെ അടുത്തൊരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കൂടുതൽ പല ടൈപ്പിലുള്ള നമുക്ക് കാണാൻ പറ്റും. ഓരോ ഷേപ്സ് മാറുന്ന നമ്മളിതിൽ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഈ മൗസ് പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഓരോ ബുള്ളറ്റ്സിൻ്റെയും ഷേപ്പ് മാറുന്ന നമുക്ക് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടോ, ഒരു ടിക്ക് മാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ആണ് നോർമലി നമ്മളെ ബുള്ളറ്റ്സിന് വരുന്ന ഓപ്ഷൻസ്. ഇവിടെ നൺ കൊടുത്ത ബുള്ളറ്റ്സ് ഒന്നും വരത്തില്ല. തൊട്ടടുത്ത് വന്നിരിക്കുന്നതാണ്, അതായത് ഈ ബുള്ളറ്റ്സിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്പറിങ്. ക്രിയേറ്റ് എ നമ്പർ ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് ബുള്ളറ്റ്സോ ഷേപ്പോ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3 എന്ന് നമ്പർ കൊടുക്കാൻ പറ്റും. അതിനും പലതരത്തിലുള്ള സ്റ്റൈൽസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് നോർമൽ നമ്പേഴ്സാണ്, 1, 2, 3 എന്നുള്ളത്. 1 കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡോട്ട്, എന്നിട്ട് നമുക്ക് എന്ത് വരും? പോയിന്റ് വരും. അടുത്ത 2 എന്നുള്ളത് താഴെ വന്നിട്ട് ഒരു ഡോട്ട് വരും. അടുത്തത് ഇതും സെയിം നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോട്ടിന് പകരം എന്ത് ചെയ്യും? 1 എന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് കൊടുക്കും. നമ്മൾ നോർമൽ പോയിൻറ്റ്സ് എഴുതുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതുന്നത്. ചിലവർ ഈ ഓരോ ഡിസൈൻസ് ആയിരിക്കും ഓരോ ബുള്ളറ്റിന് കൊടുക്കുന്നത്. സ്റ്റാറോ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ആരോ മാർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലവർ ഓരോരോ പോയിൻറ്റ്സിന് ഡിസൈൻ കൊടുക്കുന്നത്. ചിലവർ ഇതുപോലെ നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഡോട്ട് ഇടും, ചിലവരിങ്ങനെ ബ്രാക്കറ്റ് ഇടും. എന്നാൽ ചിലർ എന്തായിരിക്കും ഇതുപോലെ ABC എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോ പോയിന്റ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റോമൻ ലെറ്റേഴ്സാണ്. റോമൻ ലെറ്റർ 1, 2, 3 എന്ന് പറഞ്ഞ് പോയിന്റ് വരും. ഇത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ABCD സെയിം മറ്റേ ഇതുപോലെ തന്നെ 1 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുക്കും പോലെ ABC എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കുന്ന ഒരു നമ്പറിങ് അല്ലെങ്കിൽ ഒരു നമ്പറിങ് ടെക്നിക്കാണിത്. ഇത് ഓരോ പോയിൻറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ. ഇതും A കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡോട്ട്, B കഴിഞ്ഞിട്ട് ഡോട്ട്, പോയിന്റ്. ഇത് നമ്മുടെ റോമൻ ലെറ്ററിൻ്റെ സ്മോൾ ലെറ്റേഴ്സാണ്. നമ്മൾ നോർമലി കൊടുക്കത്തില്ലേ I, 2 I, അതുപോലെ ഓരോ പോയിൻ്റായിട്ട് എഴുതുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ഇത്രയാണ്. അപ്പോൾ നോർമലി നമ്മുടെ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിൽ ബുള്ളറ്റ് ലിസ്റ്റും നമ്പറിങ് ലിസ്റ്റും വരുന്നത്. അടുത്തതാണ് എന്ത്? അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ ഒരു ജസ്റ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ അലൈൻമെൻറ്റ് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഈ 4 എണ്ണമാണ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം, ലെഫ്റ്റ് അലൈൻമെൻറ്റ്. അലൈൻ യുവർ കണ്ടൻറ്റ് ടു ദ ലെഫ്റ്റ് സൈഡ്. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻറ്റിനെ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റും. ഇപ്പോൾ നോർമലി ഇവിടെ ഓണായി കിടക്കുന്നത് സെൻറ്റർ അലൈനാണ്, അതുകൊണ്ടാണ് ഈ കണ്ടൻറ്റ് ഇങ്ങനെ സെൻറ്റർ പോർഷനിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെഫ്റ്റ് അലൈൻ ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ നമുക്ക് പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ഈ ലെഫ്റ്റ് അലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Ctrl+L. ഞാൻ Ctrl+L കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഈ കണ്ടൻറ്റ് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇത് എന്ത് ചെയ്യാം? ഒന്നുകൂടെ സെൻട്രൽ അലൈൻ ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ ഒന്നുകിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈൻ ആവും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് Ctrl+E പ്രസ് ചെയ്താലും സെൻട്രൽ ലൈൻ ആവും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് എന്ത്? റൈറ്റ് അലൈൻ. അലൈൻ യുവർ കണ്ടൻറ്റ് ടു ദ റൈറ്റ് സൈഡ്. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കണ്ടൻറ്റ് ഇത്രയും ഏത് സൈഡിലേക്ക് പോവും? റൈറ്റ് സൈഡിലേക്ക്, വലത് വശത്തായിട്ട് പോവും. അതിന് ഒന്നുകിൽ നമുക്ക് Ctrl+R കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഈ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള റൈറ്റ് അലൈനിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇപ്പോൾ കുറച്ച് കണ്ടൻറ്റ് ഇങ്ങനെ ഈ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ കണ്ടൻറ്റ് അങ്ങോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നോർമലി 3 ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ഒന്ന് സെൻട്രൽ അലൈൻമെൻറ്റ്, ഒന്ന്
റൈറ്റ് അലൈൻമെൻറ്റ്. ഇത് ഇത്രയാണ് നോർമലി വരുന്നത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റിഫൈ എന്താണെന്ന് നോക്കാം. സ്പേസ് ഔട്ട് വേർഡ്സ് ടു മേക്ക് ലൈൻസ് ഓഫ് ഈക്വൽ ലെങ്ത്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഓരോ ലൈനും ഓരോ ലെങ്ത്. ഇത് ഈ ലൈനും ഒരേ ലെങ്ത്തിൽ വന്നിട്ടുണ്ട്, ഇത് രണ്ടും ഒരേ ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എക്സാമിനാണെങ്കിലും ഒരു ലെവലില്ലാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മാർജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ലൈൻസും എന്തിലായിരിക്കും? ഒരേ ലെങ്ത്തിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? Ctrl+J അല്ലെങ്കിൽ ഇവിടെ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ Ctrl+J നമുക്കൊന്ന് Ctrl+J കൊടുത്ത് നോക്കാം. കണ്ടോ, നമ്മളിപ്പോൾ Ctrl+J കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ ലൈനും ഒരേ ഒന്നിൽ വന്നിട്ടുണ്ട്, ഒരേ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാം ഒരേ ലെങ്ത്തിലും ഒരേ സൈസിലും ആയി. പിന്നെ ഈ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടൻറ്റ് അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ വന്ന് സ്റ്റോപ്പ് ആയത്. നോർമലി നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെയാണോ വന്ന് സ്റ്റോപ്പ് ആവുന്നത് അവിടെ നമ്മുടെ സെൻറ്റൻസ് തീരുന്നിടത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെയാണ് ഇവിടെ വന്നത് സ്റ്റോപ്പ് ആയത്. ബാക്കി ഈ സെൻറ്റൻസ് ഇത് ഇത്രയും ഒരേ ലെങ്ത് ആയിട്ടുണ്ട്, ഇത് എൻഡിലും എല്ലാം ഒരേ ലെങ്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സെൻറ്റൻസിന് ഇങ്ങനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ജസ്റ്റിഫൈ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലൈൻ സ്പേസിങ്. കൺട്രോൾ ഹൗ മച്ച് സ്പേസ് അപ്പിയർ ബിറ്റ്വീൻ ലൈൻസ് ഓർ ടെക്സ്റ്റ്. ഓരോ ടെക്സ്റ്റിനും ലൈൻസിനും ഇടയ്ക്ക് എത്രയാണോ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പേസ് ഇടുന്നത്. ചിലവരിങ്ങനെ ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ അടുക്കിയായിരിക്കും ഓരോ സെൻറ്റൻസും എഴുതുന്നത്. ചിലവർ ഇപ്പോൾ നമ്മൾ ലൈനുള്ള നോട്ട്ബുക്ക് ആണെങ്കിൽ തന്നെ ചിലവർ എഴുതുമ്പോൾ ഓരോ ലൈൻ വിട്ടൊക്കെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുപോലെ ഓരോ സെൻറ്റൻസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, 1.0 എന്ന് പറയുമ്പോൾ നോർമലി ഇത്രയാണ് ലൈൻ വരുന്നത്. അടുത്ത 1.5 വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ ലൈൻസിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി 2.0 കൊടുത്ത് എന്ത് സംഭവിച്ചു? ആ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. 1.0 വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നോർമൽ നമ്മൾ എഴുതുന്ന ഒരു ടെക്സ്റ്റ് പോലെ. 1.5 വരുമ്പോൾ സ്പേസ് കൂടി. അപ്പോൾ നമ്മൾ ഓരോ 2.0 വരുമ്പോൾ സ്പേസ് കൂടുന്നുണ്ട്, 2.5 വരുമ്പോൾ പിന്നെയും കൂടുന്നുണ്ട്, 3 അങ്ങനെ അത്രയും സ്പേസ് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എൻലാർജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസിന് ഇനി എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ജസ്റ്റിഫൈ ചെയ്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അലൈൻമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിൽ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കാണാം, ഡിസ്റ്റർബ്ഡ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ആ ഓപ്ഷൻ എന്നുള്ളത്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് എന്നുള്ളത് എടുത്തിട്ടുണ്ട്. ഡയലോഗ് ബോക്സിനകത്ത് ഡിസ്റ്റർബ്ഡ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. ജസ്റ്റ് അവർ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല, ഓപ്ഷനിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് താഴെ ഇൻഡൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നോർമലി നമുക്കിവിടെ എന്ത് ചെയ്യാം? സ്പേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യും തോറും ഇവിടുത്തെ സ്പേസ് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കണ്ടോ? നമ്മളവിടെ അത്രയും സ്പേസ് കൊടുത്തപ്പോൾ ആ മാർജിനിൽ നിന്ന് ഇത്രയും സ്പേസ് മാറി
നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് മൂവ് ആയത് കാണാൻ പറ്റും. കണ്ടോ, ഞാൻ അവിടെ 2 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കണ്ടോ, മാർജിനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ നീങ്ങി എന്ത് സംഭവിച്ചു, നമ്മുടെ ആ പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റ്, അതായത് ഒരു മാർജിൻ സ്പേസ് കൊടുത്ത് നീങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും കൂടെ നോക്കാം. കണ്ടോ, ഞാൻ ഇപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരുന്നത്. ഇനി നമുക്കത് 1 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി നോക്കാം. 0.5 4 കണ്ടോ, 1 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. കണ്ടോ, അപ്പോൾ ആ മാർജിനിൽ നിന്ന് ടെക്സ്റ്റ് ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ മാത്രം മൂവ് ആയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സ്പേസിങ്, സെയിം ഇത് തന്നെയാണല്ലോ. ഇതിനകത്ത് നമുക്ക് ലൈൻ സ്പേസിങ് അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിംഗിൾ, 1.5 ലൈൻ, ഡബിൾ, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ. മറ്റേ നമ്മളിവിടെ ഈ 1.5, 1.2 അങ്ങനെ 1.5, 2.0, 2.5 അങ്ങനെയൊക്കെ കൊടുത്തതുപോലെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ 1.5 ലൈൻ, ഡബിൾ, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെത്രയാണ് അപ്പോൾ ലൈൻ സ്പേസിങ്ങിൽ പറഞ്ഞാൽ. ലൈൻ സ്പേസിംഗ് എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സെൻറ്റൻസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്യാപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലൈൻ സ്പേസിങ്ങിൽ ഒരു 1.5 2.0 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യണം, ഓരോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൊണ്ടുവരും, ലൈനുകൾ തമ്മിലുള്ള സ്പേസ് കൊണ്ടുവരുന്നത്. ജസ്റ്റ് അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോളംസ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ 2 കോളമായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അപ്പോൾ അത്രയും സ്പേസ് കുറച്ചിട്ട് അവർ ലെറ്റേഴ്സ് ചെറുതാക്കി 2 കോളം ഇങ്ങനെ നീളത്തിന് എഴുതുന്നതിന് പകരം ഒരു ന്യൂസിന് ഇങ്ങനെ കുറച്ച് സ്പേസ് എടുത്തിട്ട് ഇങ്ങനെ 2 കോളമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കഴ്സർ കൊണ്ടുവരുവാണ്. നെയിംഡ് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ ഇപ്പുറത്ത് കഴ്സർ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ 2 കോളം എന്ന് സെറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, കണ്ടോ, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറിയതാണ്. ഇത് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്ത പോയിൻ്റാണ്. ഈ എവിടെ സ്ട്രക്ചർ ദ ഫണ്ടമെൻ്റൽ, അതായത് ഈ ബോക്സിൻ്റെ സൈസിൽ നിന്നും അവർ അഡ്ജസ്റ്റ് ചെയ്താണ് എന്ത് സംഭവിച്ചത്, 2 സെൻറ്റൻസ് ആക്കിയത്. നമുക്കിപ്പം ഈ ബോക്സിൻ്റെ സൈസ് കൂട്ടി നോക്കാം. ബോക്സിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത് നമ്മൾ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിൽ തന്നെ ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന ഒരു കമാൻഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചേഞ്ച് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ടു വെർട്ടിക്കൽ, സ്റ്റാക്കഡ് ഓർ റൊട്ടേറ്റ് ഇറ്റ് ഇൻ ടു ദ ഡിസൈർഡ് ഡയറക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്ത് ഓപ്ഷനാണെന്ന്. ഫസ്റ്റ് വരുന്നത് ഹൊറിസോണ്ടൽ എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ നോർമലി ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതുന്ന രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അടുത്തതാണ് റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് ടു 90 ഡിഗ്രി. അതായത് നമുക്ക് ആ ചേഞ്ച് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന പവർ പോയിൻ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ത് സംഭവിച്ചു, 90 ഡിഗ്രി ഡയറക്ഷനിലേക്ക് ചരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പവർ പോയിൻ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്തു, സ്ക്രീനിൽ എന്ത് ചെയ്തു, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഒരു 90 ഡിഗ്രി വരെ എന്തായിട്ടുണ്ട്, ടെക്സ്റ്റ് ചരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 217 ഡിഗ്രി. അതായത് 270 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ചേഞ്ച് ഇപ്പോൾ അടുത്ത ചേഞ്ച് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളത് ടാപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ടെക്സ്റ്റ് റൈറ്റ് സൈഡിൽ 270 ഡിഗ്രിയിലേക്ക് ടെക്സ്റ്റ്
ചരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തത്, അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി നോക്കി, 270 ഡിഗ്രി നോക്കിയിട്ടുണ്ട്. അടുത്തത് സ്റ്റാക്കഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുക്കി വെക്കുക അല്ലെങ്കിൽ കൂന കൂട്ടി വെക്കുക എന്നൊക്കെയാണ് സ്റ്റാക്കഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. കണ്ടോ, നമ്മൾ സ്റ്റാക്കഡ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഇങ്ങനെ ടെക്സ്റ്റിനെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാക്കഡ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഈ ടെക്സ്റ്റ് ഡയറക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടലും കൂടെ കാണിക്കാം. ഇതേ കണ്ടോ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ടെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 270 ഡിഗ്രി, സ്റ്റാക്കഡ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന ഓപ്ഷൻ. ഇതുകൂടാതെ എന്തുണ്ട്, മോർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മോർ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ മോർ ഓപ്ഷൻസ് എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ടാസ്ക് പെയിൻ ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. ഇതിനകത്ത് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഓപ്ഷനകത്ത് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ബോക്സ്, അതായത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, അത് നോർമൽ നമ്മൾ ഓരോ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് തന്നെ റൈറ്റിലേക്കും സെൻറ്ററിലേക്ക്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, 3 ടൈപ്പിലുള്ള അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിൽ തന്നെ ഒരു മിഡിലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ സെൻറ്ററിൽ നമുക്ക് ടെക്സ്റ്റിനെ നടുക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്തിക്കാം, മിഡിലായിട്ട് വരും. ഇതിപ്പോൾ ബോക്സ് ചെറുതായതോ നിങ്ങളുടെ ഈ പ്ലേസ് ഹോൾഡർ ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ചേഞ്ചസ് അറിയാൻ പറ്റാത്തത്. ഒന്നുകൂടെ കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ മിഡിലായിട്ട് വരും. സെൻറ്റർ മിഡിൽ, റൈറ്റ് മിഡിൽ. കണ്ടോ, ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരും. ഓർഡർ ഓഫ് ദ ലൈനിൻ്റെ ഓർഡർ റൈറ്റ് ടു ലെഫ്റ്റ് ടു റൈറ്റ്. കണ്ടോ, അതുകൂടാതെ ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മാർജിനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് ഓരോന്ന് നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ ചേഞ്ച് വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ നമ്മൾ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ടാസ്ക് പെയിനിനകത്ത് വരുന്ന ഓപ്ഷൻസ് മെയിൻലി ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അലൈൻ ടെക്സ്റ്റ്. ചേഞ്ച് ഹൗ യുവർ ടെക്സ്റ്റ് ഈസ് അലൈൻഡ് വിത്തിൻ ദ ടെക്സ്റ്റ് ബോക്സ്. ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് തന്നെ നമ്മുടെ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് അലൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിനകത്തും 3 ഓപ്ഷൻസ് വരുന്നുണ്ട്, ടോപ്പ്, മിഡിൽ, ബോട്ടം. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കറൻ്റ്ലി ബോട്ടത്തിലാണ് നിൽക്കുന്നത്, കാരണം നമുക്കത് ബോട്ടം ആക്റ്റീവായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ടോപ്പ് അലൈൻമെൻറ്റ്. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് മിഡിൽ അലൈൻമെൻറ്റ്, ഇത് ബോട്ടം അലൈൻമെൻറ്റ്. ഇത് മിഡിൽ കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്ത് നടുക്കായിട്ടൊക്കെ ഈ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റാണ് ബോട്ടം. നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത് ബോട്ടം, നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബോട്ടത്തിലാണ്. നമ്മൾ പിന്നെ ഇതിനകത്ത് മോർ ഓപ്ഷൻസ് കാണാൻ പറ്റും. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നേരത്തെ നമ്മൾ കണ്ട സെയിം ടാസ്ക് പെയിനാണ് ഓപ്പൺ ആവുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റും സെറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ഡയറക്ഷൻസ് കൊടുക്കാം, മാർജിൻസും സെറ്റ് ചെയ്യാൻ പറ്റും. സെയിം ടാസ്ക് പെയിനാണ് ഓപ്പൺ ആവുന്നത്. അടുത്തത് സ്മാർട്ട് ചാർട്ട്. നമ്മൾ ഇൻസേർട്ടിനകത്താണ് കൂടുതൽ സ്മാർട്ട് ചാർട്ട് വരുന്നത്. കൺവേർട്ട് ടു സ്മാർട്ട് ഗ്രാഫിക്സ്. സ്മാർട്ട് ചാർട്ട് ഈസ് എ വേ ഫോർ യു ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ വിഷ്വലി റാദർ ദാൻ വിത്ത് ജസ്റ്റ് എ ടെക്സ്റ്റ്. നിങ്ങളൊരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഈ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, ഒരു വിഷ്വൽ എഫക്റ്റ് കൊണ്ടുവരും. അത് കുറച്ചും കൂടെ അട്രാക്റ്റീവായിരിക്കും. Converting text on your slide to a smart art graphics such as a diagram or a flowchart. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിന് എന്ത് ചെയ്യാം, നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന് നിങ്ങൾക്ക് എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡയഗ്രാമായിട്ടോ
ഫ്ലോ ചാർട്ടായിട്ടോ അല്ലെങ്കിൽ ക്യാൻ ഓർഗനൈസ് ആൻഡ് പ്രസൻറ്റ് യുവർ ഇൻഫർമേഷൻ ആസ് റിലേഷൻഷിപ്പ്, സൈക്കിൾ, പ്രോസസ് ആൻഡ് മോർ. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനെ ഓർഗനൈസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറ്റാൻ പറ്റും? റിലേഷൻഷിപ്സ്, സൈക്കിൾസ് ആൻഡ് പ്രോസസ് അങ്ങനെയൊക്കെ ഉള്ള ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എന്തെങ്കിലും ഒരു ചാർട്ടായിട്ടോ ഗ്രാഫിക്സ് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ സ്മാർട്ട് ആർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനകത്ത് വരുന്നതാണ്. കണ്ടോ, നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ വരുന്ന ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ചെറുതായിട്ടെങ്കിലും ഇതിൻ്റെ താഴോട്ട് വരുന്ന ആ ഒരു ഓരോ ഷേപ്സ് പോലെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ പവർ പോയിൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ ഓരോ ഷേപ്സിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയാണ് സ്മാർട്ട് ആർട്ടിനകത്ത് വരുന്നത്. ഇതിനകത്ത് മോർ സ്മാർട്ട് ഗ്രാഫിക്സ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിനകത്ത് തന്നെ ഒരു ലിസ്റ്റായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന, അതായത് സ്മാർട്ട് ആർട്ടിനകത്ത് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ചാർട്ട്സും അടങ്ങിയിരിക്കുന്നതാണിത്. അല്ലാതെ തന്നെ ഓരോ ഓപ്ഷനായിട്ട് ലിസ്റ്റ്, പ്രോസസ്, സൈക്കിൾ, ഹൈറാർക്കി, ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് പ്രത്യേകം എന്തുണ്ട് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുണ്ട് റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്, അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് എന്ത് ചെയ്യാം, പിക്ചേഴ്സ്, office.com, ഇങ്ങനെ പല ടൈപ്പിൽ എന്തുണ്ട് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് നമ്മുടെ ഈ ടെക്സ്റ്റിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിച്ചത് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്പറിങ്, നമ്മുടെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നതിന് ഒന്നിൽ ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്പറിങ് എഴുതാം. അത് തന്നെ ഡിഫറെൻ്റ് ആണ്. ബുള്ളറ്റ്സിന് പല ടൈപ്പിലുള്ള ഡിസൈനുള്ള പോയിൻറ്റ്സ് ഉണ്ട്. നമ്പറാണെങ്കിലും നോർമൽ 1 2 3, അത് തന്നെ 1 കഴിഞ്ഞ് ഡോട്ട് വരുന്നതും 1 കഴിഞ്ഞ് ബ്രാക്കറ്റ് വരുന്ന ടൈപ്പ് നമ്പറിങ് ഉണ്ട്. പിന്നെ ABCD, ക്യാപിറ്റൽ ലെറ്റർ A ഉണ്ട്, സ്മോൾ ലെറ്റർ A ഉണ്ട്. അതുപോലെ തന്നെയാണ് റോമൻ ലെറ്ററിലും ക്യാപിറ്റലിലും സ്മോൾ പോലെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു 4 ടൈപ്പിലുള്ള അലൈൻമെൻറ്റ്: ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. അത് കഴിഞ്ഞിട്ട് ലൈൻ സ്പേസിങ്, അതിന് മുമ്പ് ഇൻക്രീസ് ഇൻഡൻറ്റും ഡിക്രീസ് ഇൻഡൻറ്റും നമ്മൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ കോളംസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ 2 കോളമായിട്ട് കാണുന്ന പോലെ നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്തുള്ള ടെക്സ്റ്റിനെ 2 കോളമായിട്ട് സെപ്പറേറ്റ് ചെയ്തും 2 കോളംസ് അല്ലെങ്കിൽ 3 കോളംസ് ആയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു ലൈൻ സ്പേസിങ്. നമ്മുടെ എന്താണ് സെൻറ്റൻസിനിടയ്ക്കുള്ള സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈനിൻ്റെയും സ്പേസ് നമുക്ക് തന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റ് ഡയറക്ഷൻ നോക്കി നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു ഓരോ ടെക്സ്റ്റിൻ്റെ തന്നെ ഓരോ ലെവലിലുള്ള അലൈൻമെൻറ്റ്: ടോപ്പ് അലൈൻമെൻറ്റ്, മിഡിൽ അലൈൻമെൻറ്റ്, ബോട്ടം അലൈൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് എന്ത് ചെയ്യാം, കുറേ കൂടെ അട്രാക്റ്റീവായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ വെറുതെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ടെക്സ്റ്റിന് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് മെയിൻലി പഠിച്ച കാര്യങ്ങൾ. ഇത്രയാണ് ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് ഇൻവോൾവ് ആവുന്നത്.